എടോ, പ്രതിയുടെ മൊഴിയെടുത്ത് FIR ഫയൽ ചെയ്യണം. സർ. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം, ഒന്നും മിസ്സാവരുത്. സർ. FIR രജിസ്റ്റർ ചെയ്ത ശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. ശരി സർ. പിന്നെ ആ മീഡിയാസിനും കൂടെ വിവരം അറിയിച്ചേക്കും. യെസ് സർ. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഒന്നുകൂടെ പറയാമോ? ஆமாண்டி, வேலைக்கு போனோம், அப்புறம் கூப்பிடுறேன். இன்னைக்கு வேலைக்கு லேட்டு. ஆமாம், ஆனால் நான் அப்புறம் அனுப்புகிறேன். ஓகேவா? பாப்பா இங்கே. அப்படியா? சரி, வேலைக்கு டைம் ஆயிடுச்சு. என்னடா இங்கே பாடுறா, என்னடா அது அங்கே? என்னடா இல்லைண்ணா. നമസ്കാരം. പ്രധാന വാർത്തകൾ. എറണാകുളം പെണ്ടുരുത്തി പാലത്തിന്റെ അടിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ മനുഷ്യന്റെ മൃതദേഹം കണ്ടെത്തി. പാലത്തിന്റെ അടിയിൽ പുഴയുടെ തീരത്തായാണ് മൃതദേഹം കണ്ടെത്തിയത്. എറണാകുളം പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയാണ് പരിശോധന ആരംഭിച്ചത്. കൊലപാതകമാണെന്നാണ് പ്രാഥമിക നിഗമനം. പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരിക്കുകയാണ്. വെട്ടുകൊണ്ട മുറിവല്ലാതെ അടിപിടിയൊന്നും നടന്നതായി കാണുന്നില്ല. സോ അബദ്ധത്തിൽ പറ്റിയതാവാൻ ചാൻസും ഇല്ല. ഇതാരോ പ്ലാൻ ചെയ്ത മേർഡർ തന്നെയാണെന്നാണ് തോന്നുന്നത്. പിന്നെ സർ, ഇതൊരു മെയിൽ ബോഡിയാണ്. ഏകദേശ പ്രായം ഒരു 28-30 സാർ, തല മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. ഈ ക്രൈം ചെയ്തവർ ആരായാലും അത്ര നിസ്സാരക്കാരല്ല സാർ. ഈ മരിച്ച ആളെ കണ്ടുപിടിച്ചേ പറ്റൂ. ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനാണെങ്കിലും ആളെ തിരിച്ചറിയണ്ടേ? അതെ, ഈ ക്രൈം ചെയ്തവരുടെ മോട്ടീവ് എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തല മാത്രം വെട്ടിയെടുത്ത് ബോഡി ഡംപ് ചെയ്യണമെങ്കിൽ അവരുടെ ഉദ്ദേശം എന്തായാലും ഇതൊരു മിസ്സിംഗ് കേസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ എന്തായാലും ഒന്നുകൂടെ അന്വേഷിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ പ്രൊസീജിയർ ചെയ്തു. ഓക്കെ സാർ, പ്രൊസീഡ്. ഇതുവരെ മിസ്സായിട്ടുള്ള കേസിൻ്റെ എല്ലാ ഫയലുകളും എനിക്ക് ഉടനെ വേണം. ഇതൊരു റിവെഞ്ച് മർഡർ ആവാനാണ് സാധ്യത. അതുകൊണ്ട് നമ്മുടെ സ്റ്റേഷൻ പരിധിയുള്ള എല്ലാ കേസുകളും റെഫർ ചെയ്യണം. രാജൻ, ഫയൽസിൻ്റെ അടുത്ത് 2 പേര് ആ ഏരിയ ഒന്ന് കവർ ചെയ്യണം. സർ. 2 പേര് ആ ഏരിയ മഫ്തി പോകണം. ആ ഏരിയ ഫുള്ളൊന്ന് കവർ ചെയ്യണം. ഓക്കെ സർ. പിന്നെ പ്രതിയെ ഉടനെ പിടിക്കണം. മീഡിയ ഇതൊരു സെൻസേഷണൽ ന്യൂസ് ആക്കുന്നതിന് മുമ്പ്. അരികിൽ ഇണയാകാം, തിരിയാൻ തുണയേകാം, കനവേ കിനാത്താരമേ കൊതിക്കുന്നുവോ നിനക്കായി ഞാൻ, കനലേ കേടാവേനലേ കുളിർക്കാറ്റ് പോൽ പുണർന്നിടുമോ, പുഴയായുള്ളം കൊഞ്ചി മിഴിയാൽ നിന്നെ തേടി, ഹേ നനവാൻ തിരമങ്ങ് നമറിഞ്ഞു പോയി ദൂരെ കനവാലേ, തുണയായി ചിരുമിൻ്റെ ഉള്ളറിഞ്ഞ പോലെ നീയും നിഴലാകി, അകമേ പുത്തുലഞ്ഞ മറിവില്ലിൽ അഴകേഴും മുഖമാണ്, കിനിയാൻ വെമ്പിടുന്ന തുള്ളിപ്പോലെ എൻ്റെ ഉള്ളം തിരയും നീ.
എന്നു മുതലായിരുന്നു ഇങ്ങനൊരു ബന്ധം തുടങ്ങിയത്? എങ്കിൽ എന്താ കുറവാ കണ്ടത്? നീ എന്നിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ലേ? എന്നു മുതലായിരുന്നു ഇങ്ങനൊരു ബന്ധം തുടങ്ങിയത്? എങ്കിൽ എന്താ കുറവാ കണ്ടത്? നീ എന്നിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ലേ? ക്രിസ്റ്റീന, അയാൾ നിന്നെ ഉപദ്രവിച്ചു. ക്രിസ്റ്റീന, അയാൾ നമ്മളെ ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ അയാൾ വേറെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അയാൾ നമ്മളെ കൊല്ലാനാണെങ്കിലും. ക്രിസ്റ്റീന, നമുക്ക് മരിക്കണോ? അവനാണ് മരിക്കേണ്ടത്. സാം, നീ അവനെ കൊല്ലണം. നിന്നെ കൊണ്ടേ അതിന് പറ്റൂ. ക്രിസ്റ്റീന, എന്നിട്ട് വേണം നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ. ക്രിസ്റ്റീന, ക്രിസ്റ്റീന, അവൻ ചാകണം. ക്രിസ്റ്റീന, എന്നിട്ട് വേണം നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ. ക്രിസ്റ്റീന, ക്രിസ്റ്റീന, ക്രിസ്റ്റീന. സാർ, തല മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനാണെങ്കിലും ആളെ തിരിച്ചറിയണ്ടേ?
വിശദമായ വാർത്തകളിലേക്ക്. എറണാകുളം വെണ്ടുരുത്തി പാലത്തിന്റെയിൽ കണ്ടെത്തിയ മൃതദേഹം പ്രശസ്ത ചിത്രകാരനായ ജെയുടേതാണെന്ന് കണ്ടെത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് അയച്ച മൃതദേഹം ശിരസറ്റ നിലയിലായിരുന്നു. അതേ തുടർന്നുണ്ടായ അന്വേഷണം പുരോഗമിക്കവേ താനാണ് കൃത്യം നിർവഹിച്ചത് എന്ന കുറ്റസമ്മതവുമായി യുവതി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷന് മുമ്പിൽ കീഴടങ്ങി. മൃതദേഹത്തിൽ നിന്ന് കാണാതായത് എന്ന് കരുതപ്പെടുന്ന ശിരസുമായി നേരിട്ടെത്തിയാണ് യുവതി കുറ്റസമ്മതം നടത്തിയത്.